സംസ്ഥാന ബിജെപിയിൽ അഴിച്ചുപണി. ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ മാറും. ശോഭാ സുരേന്ദ്രൻ ദേശീയ ചുമതലയിലേക്ക് മാറും. മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷയാകാൻ സാധ്യതയുണ്ട്. ഷോൺ ജോർജ്, കെ അനീഷ്, കെ സോമൻ എന്നിവർ ജനറൽ സെക്രട്ടറി പരിഗണനയിലുമുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ? മാധു, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ഒരു പുനഃസംഘടനയിലേക്ക് അദ്ദേഹം ആലോചിക്കുകയാണ്. ഇപ്പോൾ 2029 തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രഷ് ടീം വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ പോലും 2 പേർ മാറാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്ന് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും. ശോഭാ സുരേന്ദ്രൻ ദേശീയ ചുമതലയിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കെ അനീഷും അതുപോലെ തന്നെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ, കെ സോമൻ ഉൾപ്പെടെ 3 പേരും ഈ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് പരിഗണനാ പട്ടികയിലുണ്ട്. ഏതെങ്കിലും 2 പേർ പരിഗണിക്കപ്പെട്ടേക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് BJP മേഖലാ പ്രഭാരിമാരെ പ്രഖ്യാപിച്ചത്. മേഖല എന്ന് പറയുന്നത് 2 ജില്ലകൾ, 2-3 ജില്ലകൾ ചേരുന്നതാണ്. കാസർഗോഡ്, കണ്ണൂർ ഉത്തരമേഖല VK സജീവൻ മുതൽ തിരുവനന്തപുരത്ത് കെ സോമൻ, ഷോൺ ജോർജ് കോട്ടയത്തുണ്ട്, കെ അനീഷ് തൃശ്ശൂരിലുണ്ട്, ഉണ്ണികൃഷ്ണൻ VV ഉണ്ണികൃഷ്ണൻ മലപ്പുറത്തുണ്ട്. അങ്ങനെ 6 പ്രഭാരിമാരെ പ്രഖ്യാപിച്ചു. ഈ പ്രഭാരിമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനി BJPയുടെ ഭരണം. അതിൽ 4 ജനറൽ സെക്രട്ടറി പോസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ നിലവിലുള്ള 2 പേർ മാറുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം ഉപാധ്യക്ഷന്മാരിലും സെക്രട്ടറിമാരിലും വലിയ അഴിച്ചുപണി ഉണ്ടാവും. അതിനുശേഷം ജില്ലാ പ്രസിഡന്റുമാരിലും മാറ്റമുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന BJPയിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.